ഹായ് ഫ്രണ്ട്സ്, മോമീസ് കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ എങ്ങനെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ്. ജോലിയുള്ള അമ്മമാരായിരിക്കും മിക്കവാറും ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്യുന്നത്. സോ എത്ര ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കണം നമ്മളത് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യലി നമ്മളിപ്പോൾ പമ്പ് ചെയ്തൊരു ബ്രസ്റ്റ് മിൽക്ക് ആണെങ്കിൽ അത് നമുക്ക് 4 hours നമുക്ക് റൂം ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസ് ടു 39 ഡിഗ്രി ഫാരൻഹീറ്റിലായിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 4 ഡിഗ്രി ടു 39 ഡിഗ്രി ഫാരൻഹീറ്റ് അതെവിടെയാണ്? അത് ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡാണ്. 6 to 12 month വരെയാണ് കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രീസർ ഓർ ഡീപ് ഫ്രീസർ. ഫ്രീസറിൽ നിന്ന് നമ്മൾ പിന്നീട് പാലെടുത്ത് ഉപയോഗിക്കുമ്പോൾ നൈറ്റിൽ നമ്മളത് എടുത്ത് താഴേക്ക് ഇറക്കി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്ന ബാഗ് ക്ലീൻ ആയിരിക്കണം, BPA ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്തതായ കണ്ടെയ്നറിൽ നമ്മൾ ഡേറ്റും ടൈമും ലേബൽ ചെയ്തിരിക്കണം. ഫ്രോസൺ ബ്രസ്റ്റ് മിൽക്ക് പിന്നീട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ബൗളിലേക്ക് ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ഇറക്കി വെക്കാം. ഒരിക്കലും നമ്മൾ ഈ ഫ്രോസൺ ബ്രസ്റ്റ് മിൽക്ക് ഓവനിൽ വെച്ച് ചൂടാക്കാനോ പാടില്ല. നമ്മൾ ചൂടാക്കിയ ബ്രസ്റ്റ് മിൽക്ക് പിന്നീട് നമ്മളതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനും പാടില്ല. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് എടുക്കുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത കണ്ടെയ്നറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഫാറ്റ് ലെയർ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ കുലുക്കാൻ ശ്രമിക്കരുത്, കാരണം അതിൽ പല പോഷകങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡ്യൂട്ടി സ്ഥലത്തു നിന്നാണ് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ ഒരു കൂളർ ബാഗിൻ്റെ അകത്ത് വിത്ത് ഐസ് പാക്കോട് കൂടി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു, ബൗളിൽ വെച്ച് നമ്മൾ ചൂടാക്കി ബോട്ടിലെടുത്ത് കുഞ്ഞിന് കൊടുത്തു എന്നിരിക്കട്ടെ. പക്ഷേ കുറച്ചേ കുഞ്ഞ് കുടിച്ചു ഉള്ളെങ്കിൽ ആ സമയത്ത് നമ്മൾ ബോട്ടിൽ ബാക്കി വരാമായിരിക്കും. സോ അത് നമ്മൾ പിന്നീട് 2 hours വരെ നമുക്കത് പുറത്ത് വെക്കാൻ കഴിയും, കൊടുക്കാനും കഴിയും. പക്ഷേ ആഫ്റ്റർ 2 hours കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നൊരിക്കലും അത് കുഞ്ഞിന് കൊടുക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, സ്റ്റോർ ചെയ്യുന്ന സമയത്തും പമ്പ് ചെയ്യുന്ന സമയത്തും നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ച ബ്രസ്റ്റ് പമ്പിൻ്റെ വീഡിയോ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിച്ചത് മെഡലയുടെ സിമാക്സിം ഡബിൾ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അത് കാണണം. നിങ്ങളെല്ലാവരും ഏത് ബ്രസ്റ്റ് പമ്പാണ് യൂസ് ചെയ്തതെന്ന് ഒന്ന് കമൻ്റ് ഇടണേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ മെഡലയുടെ ബോട്ടിൽസാണ് കൂടുതലും യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ലവ്ലാപ്പിൻ്റെ ആണെങ്കിൽ ഡിസ്പോസിബിൾ സ്റ്റോറേജ് ബാഗും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ ബൈ, ടേക്ക് കെയർ.